ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ഡൊമെയിനും അതേപോലെ ഒരു ഹോസ്റ്റും പർച്ചേസ് ചെയ്യാം, അത് എവിടുന്ന് നമുക്ക് ലോ റേറ്റിൽ പർച്ചേസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഡൊമെയിനും ഹോസ്റ്റും തമ്മിൽ കണക്ട് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ സെർച്ച് ബാറിൽ ഫ്ലെക്സി ഹോസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ആയിട്ടൊരു വെബ്സൈറ്റ് വന്നിട്ടുണ്ടാകും. ഈ ഒരു വെബ്സൈറ്റിൽ ലിങ്ക് നോക്കുകയാണെങ്കിൽ flexihost.in എന്നാണ്. ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പേജ് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ട്രസ്റ്റ് പൈലറ്റിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് പോയിട്ട് വേണമെങ്കിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് ഫാസ്റ്റസ്റ്റ് പെർഫോമൻസ് വെബ് ഹോസ്റ്റിംഗ് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് അവിടെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റിംഗ് നിങ്ങൾക്ക് വെറും 30 hours പെർ മന്തിൻ്റെ ഒരു റേറ്റിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പ്രൊഫഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് 24 hours നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അതേപോലെ ഫ്രീ സൈറ്റ് ബിൽഡർ എല്ലാം കൊടുക്കുന്നുണ്ട്. അതേപോലെ 7 days മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട് അവരുടെ. അതായത് നിങ്ങൾക്ക് 7 daysനുള്ളിൽ നിങ്ങൾക്ക് ഹോസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് അവരോട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവരെല്ലാ പോളിസീസും കാണാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോസ്റ്റിംഗ് പ്ലാൻസ് എല്ലാം കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് 7 day കൺഫേം ആയിട്ട് നിങ്ങൾക്ക് അവർ ഹോസ്റ്റിംഗ് എന്താ പറയുക റീഫണ്ട് തരുന്നതായിരിക്കും. 24 hours നിങ്ങൾക്ക് അവർക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഹോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹോസ്റ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈ ഒരു ഹോസ്റ്റിലോട്ട് മൈഗ്രേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇവർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്സും പറഞ്ഞു തരുന്നതാണ് മൈഗ്രേറ്റ് ചെയ്യാനുള്ള. സോ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്ന നിങ്ങൾക്ക് വേറൊരു ഹോസ്റ്റിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവരുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ സി പാനൽ കൺട്രോൾ പാനലാണ് വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡെയിലി ബാക്കപ്സ് എടുക്കാവുന്നതാണ്. അതേപോലെ ലേറ്റസ്റ്റ് ടെക്നോളജി സി പാനൽസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഇവർ. അതേപോലെ നിങ്ങൾക്ക് ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും ഇവർ ഇവിടെ ഈ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എത്രയും വില കുറച്ച് ഹോസ്റ്റിംഗ് വേറെ ആരും കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അതേപോലെ ഇവിടെ വേർഡ് പ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റിംഗ് ഉണ്ട്. അതേപോലെ ഷെയർഡ് ഹോസ്റ്റിംഗ്, അതേപോലെ ക്ലൗഡ് ഹോസ്റ്റിംഗ്, അതുപോലെ വേറെ 100+ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അവർ പറയുന്നത്. എല്ലാം ഇവിടെ സപ്പോർട്ടഡ് ആണ്. അതേപോലെ ഇവിടെ അടിയിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് മെത്തേഡ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. കാർഡ് വെച്ചിട്ടോ ഗേറ്റ് വെച്ചിട്ടോ എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഡൊമൈൻ ഹോസ്റ്റ് പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. നേരെ നമ്മൾ മേലോട്ട് പോവുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാൻ പറ്റും, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ സൈറ്റിലോട്ട് റീഡായിട്ട് ആയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനുള്ള. അവിടെ പാക്കേജസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സെലക്ട് യുവർ പെർഫെക്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടർ പ്ലാൻ വരുന്നത് 30 hours പെർ മന്ത്ലിയാണ്. പേയ്മെൻറ്റ് മന്ത്ലി ബേസിലാണ് എമൗണ്ട് കൊടുത്തിട്ടുള്ളത്. ഗോൾഡ് പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് 50 hours പെർ മന്താണ് വരുന്നത്. അതേപോലെ പ്ലാറ്റിനം പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് 80 hours പെർ മന്തും. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർഡ് ഹോസ്റ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതേപോലെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഹോസ്റ്റിംഗ്, അതേപോലെ ക്ലൗഡ് ഹോസ്റ്റിംഗ്, വേർഡ്പ്രസ് ഹോസ്റ്റിംഗ്, അതേപോലെ കുറേ ടൈപ്പ് ഹോസ്റ്റിങ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഡൊമൈൻ്റെ ഈ ഒരു ഡൊമൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും ഡൊമൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ്. ഈ ഒരു പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും, മൈ ഡൊമൈൻസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾക്ക് നമ്മുടെ ഡൊമൈൻസ് കാണുന്ന ഒരു പേജാണ്. സോ നമ്മൾക്ക് അടിയിലായിട്ട് രജിസ്റ്റർ ന്യൂ ഡൊമൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡൊമൈൻസിൻ്റെ പ്രൈസിങ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. .com, .in, .net, .coin, .info അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് നോക്കുക. വളരെ ലോ റേറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 1 yearൻ്റെ പ്രൈസാണ് ഇവിടെ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് 1 yearനാണ് ഒരു മിനിമം ഒരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. വളരെ ലോ റേറ്റിലാണ്. ഞാനിവിടെ വേറെ എവിടെ ഹോസ്റ്റിലും ഈ അത്ര ലോ റേറ്റിൽ ഡൊമൈൻസ് ഒന്നും കണ്ടിട്ടില്ല. സോ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നല്ല ലോ റേറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്കൊരു ഡൊമൈന് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഷോപ്പ് ഡൊമൈൻ ആണെങ്കിൽ വെറും 99 രൂപയാണ് പെർ മന്ത് വരുന്നുള്ളൂ, പെർ ഇയർ വരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആണെങ്കിൽ മല്ലൂക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൊമൈന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. mallukode.xyz. നമുക്ക് അത് അവൈലബിൾ ആണ്. ഈ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡൊമൈൻ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് അവൈലബിൾ ആണ്. സോ ഞാൻ ആഡ് ടു കാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യാണ്. ഈ ഒരു ഡൊമൈൻ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡൊമൈൻ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ഒന്ന് പ്രസ് ചെയ്തു. കണ്ടിന്യൂ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലോട്ടാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോ ഹോസ്റ്റിംഗ്, ക്ലിക്ക് ടു ആഡ് എന്ന്. അപ്പോൾ ഹോസ്റ്റിംഗിൽ നമ്മൾ ഒരു ഹോസ്റ്റിംഗ് ആഡ് ചെയ്യണം. സോ ഇവിടെ നമ്മളോട് പെർഫെക്റ്റ് പ്ലാൻ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ പ്ലാനും ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട പ്ലാൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടർ പ്ലാനാണ് എടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ ജസ്റ്റ് യൂസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മതി, ഒന്നും ചേഞ്ചസ് വരുത്തണ്ട. ഇത്ര യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുകയാണ് ബില്ലിംഗ് സൈക്കിൾ ചൂസ് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്.
ഇവിടെ നിങ്ങൾക്ക് മന്ത്ലി ഉണ്ട്, അതേപോലെ ക്വാർട്ടർലി, സെമി ആനുവലി, അതേപോലെ ആനുവലി. ഈ ഒരു ഇതൊക്കെയാണ് ഉള്ളത്. മന്ത്ലി ആണെങ്കിൽ നിങ്ങൾ 30 രൂപയാണ് പേ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ക്വാർട്ടർലി ആണെങ്കിൽ 3 മന്ത്സിന് നിങ്ങൾ 90 രൂപ പേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെമി ആനുവലി ആയിട്ട് അതേപോലെ 6 മന്ത്സിനൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 180 പേ ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് 1 ഇയറിന് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 360 ആണ് പേ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ മന്ത്ലി ബേസ്ഡ് പേയ്മെൻറ്റ്സ് ആണ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ എല്ലാ മന്തും 30 രൂപ വെച്ച് പേ ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ 1 ഇയറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോ 1 ഇയറിനും നിങ്ങൾ 360 രൂപ വെച്ച് പേ ചെയ്യണം. അതായത് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ഒരു ഡൊമൈൻ കോൺഫിഗറേഷൻ പേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും DNS മാനേജ്മെൻറ്റ്, ID പ്രൊട്ടക്ഷൻ, ഇമെയിൽ ഫോർവേഡ്, ഇതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് 3 എന്തായാലും ഓപ്ഷനും എനേബിൾ ചെയ്യാം. കാരണം അതെല്ലാം ആവശ്യമുള്ളതാണ്. കാരണം അതൊക്കെ നമുക്കൊരു സെക്യൂരിറ്റി കാര്യങ്ങളായാലും സ്പീഡ് കാര്യങ്ങളായാലും എല്ലാത്തിനെയും പറ്റുന്ന ഒരു സംഭവമാണ്. സോ അതെല്ലാം ഞാൻ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാത്ത റിവ്യൂ ആൻഡ് ചെക്കൗട്ട്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സെലക്ട് ചെയ്തതെന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഷെയ്ഡ് സ്റ്റാർട്ടർ പ്ലാനും അതേപോലെ നമ്മളൊരു ഡൊമൈൻ രജിസ്ട്രേഷൻ. പിന്നെ നിങ്ങൾക്ക് പ്രൊമോ കോഡ് ഉണ്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് CC Avenue എന്നുള്ള ഒരു ഗേറ്റ് വേ വഴിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ INR ബേസ്ഡ് പേയ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ആവുന്നത്. സോ നിങ്ങളിപ്പോൾ ഇവിടെ കാണാൻ പറ്റും പ്ലീസ് വെയിറ്റ് വൈൽ യു ആർ റീഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ ഗേറ്റ് വേയിലോട്ട് റീഡയറക്റ്റ് വന്നിട്ടുണ്ട്. ഗേറ്റ് വേ റീഡയറക്റ്റ് ചെയ്യുന്നത് നിങ്ങളിവിടെ കാണാൻ പറ്റും ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ്സ് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതേപോലെ ഡെബിറ്റ് കാർഡ് ഉണ്ട്, അതേപോലെ നെറ്റ് ബാങ്കിങ് ഉണ്ട്. നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ ഒരു വാലറ്റ്സ് ആണ്. എല്ലാ വാലറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. Paytm ആണെങ്കിൽ ഏത് വാലറ്റും അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ UPI ഓപ്ഷനും ഉണ്ട്. സോ ഞാനിവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മളിങ്ങനെ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി ഈ ഒരു പേജിലോട്ടാണ് എത്തിയത്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ ഇൻവോയ്സ് അതായത് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളെ പേയ്മെൻറ്റിൻ്റെ. സോ എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, കൺഫേം ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഡാഷ്ബോർഡിലേക്ക് പോകണം. ഡാഷ്ബോർഡ് പോയിട്ട് വേണം നമ്മൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. സോ ഞാൻ ഡാഷ്ബോർഡ് എടുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ സർവീസസ് 2 കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഹോസ്റ്റ് ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഞാൻ ഈ ഒരു എൻ്റെ പഴയ ഹോസ്റ്റും ഇവിടെ കാണിക്കുന്നുണ്ട്, അതേപോലെ പുതിയതും കാണിക്കുന്നുണ്ട്. അത് ഞാൻ എന്തായാലും പുതിയത് mallucode.xyz എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ എടുത്ത് പർച്ചേസ് ചെയ്തത്. സോ ഞാൻ അതേപോലെ തന്നെ നേരെ ക്ലിക്ക് ചെയ്യുകയാണ്. ആ ഒരു ഹോസ്റ്റിംഗ് കാണുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരെ ഈ ഒരു ഹോസ്റ്റിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഇൻഫർമേഷൻസും എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പേജിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതേപോലെ cPanel ലോഗിൻ ചെയ്യാനും അതേപോലെ മെയിലിലോട്ട് ലോഗിൻ ചെയ്യാൻ എല്ലാ ഓപ്ഷൻസും ഈ ഒരു പേജിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഷോർട്ട് കട്ട്സും അതേപോലെ നിങ്ങൾക്ക് ഒരു ആഡ് ഓൺസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റ് 24 hours ഡൗൺ ആണോ അതേപോലെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനുള്ളൊരു പേജും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ബില്ലിംഗ് ഓവറിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ ഡീറ്റെയിൽസ് ബില്ലിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലോഗിൻ ടു cPanel, വെബ് മെയിൽ, ചേഞ്ച് പാസ്വേഡ്, പ്ലാൻ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം, അതേപോലെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ നമ്മുടെ ID പാസ്വേഡ്, അതേപോലെ സർവർ ഇൻഫർമേഷൻ എല്ലാ കാര്യങ്ങളും അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ മേലെ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണ്. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരെ വിസിറ്റ് വെബ്സൈറ്റ് എന്ന് കൊടുത്തു. വെബ്സൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞ സമയത്ത് നമ്മൾ ഈ ഒരു പേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ വെബ് ആക്റ്റീവ് ആയിട്ടുണ്ട്, ഓപ്പൺ ആവുന്നുണ്ട്. ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എററല്ല, ആ ഒരു പേജ് ലോഡ് ആവത്തില്ല. അപ്പോൾ അവിടെ ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണക്ഷൻ സെക്യൂർ അല്ല എന്നാണ് അവർ കാണിക്കുന്നത്. സോ ഇതിന് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ലോക്കിൻ്റെ ചിത്രം ആ ഒരു ലോക്ക് സെക്യൂർ ആക്കാം എന്നതിനെ കുറിച്ചാണ് ഇനി കാണിക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ലോഗിൻ ടു cPanel എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. സോ നമ്മൾ cPanel ലോഗിൻ ആവുന്നതായിരിക്കും ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്തും. നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഈ ഒരു ഹോസ്റ്റിൻ്റെ cPanel ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഏതെങ്കിലും ബാക്കപ്പ് എടുക്കണോ, അതെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ വേർഡ്പ്രസ് വെച്ച് ബിൽഡ് ചെയ്യാം എന്നെല്ലാം കാണിക്കുന്നത്. സോ നമ്മൾ ജസ്റ്റ് സ്കിപ്പ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ മേലെ സെർച്ച് ബാറിൽ SSL ഒന്ന് സെർച്ച് ചെയ്യുക. SSL സെർച്ച് ചെയ്താൽ ലെസ്റ്റ് എൻക്രിപ്റ്റ് SSL എന്ന് കാണാൻ പറ്റും. ഈ ഒരു അതിമേലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ empty ആയിരിക്കും. സോ നിങ്ങൾ ഇഷ്യൂ ന്യൂ സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ
ആഡ് സീക്വൽ സബ് ഡൊമൈൻസിനുള്ള ടിക്കറ്റ് കൊടുത്തതിന് ശേഷം ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കും. SSL സർട്ടിഫിക്കറ്റ് എല്ലാം ജനറേറ്റ് ആയിട്ട് ഫുൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയൊരു ടൈം എടുക്കും. ഒരു 2-3 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു പേജിൽ തന്നെ ഒരു പേജിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കാണാൻ പറ്റും ദി SSL സർട്ടിഫിക്കറ്റ് നൗ ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബാക്കിലോട്ട് വരാവുന്നതാണ്. പിന്നെ എന്നിട്ട് നിങ്ങൾ ഡൊമൈൻ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത് സെക്യൂർ അല്ല എന്നാണ്. കാരണം നമ്മുടെ ഡൊമൈൻ ഡിഫാൾട്ടായിട്ട് HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോളിലാണ് നിൽക്കുന്നത്. സോ നമ്മൾക്ക് എന്ത് ചെയ്യണം, HTTP പ്രോട്ടോക്കോളിലോട്ട് മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ HTTPയിൽ ഓപ്പൺ ചെയ്താലും HTTPSലോട്ട് പോകും. സോ നമുക്ക് HTTPS ആണ് വേണ്ടത്, അതാണ് സെക്യൂർ ആയിട്ടുള്ളത്. സോ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു സെർവറിൻ്റെ റൂട്ട് ഫയലായ htaccess എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയലുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതാണ്, എന്നാൽ മാത്രമേ അത് റെഡി ആവുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോഗിൻ ടു cPanel കൊടുത്തിട്ട് ഫയൽ മാനേജറിലോട്ട് പോകണം. നമ്മൾ ഫയൽ മാനേജറിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതിന് നമ്മൾക്കൊരു സൊല്യൂഷൻ കിട്ടുള്ളൂ. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു ഹോസ്റ്റിങ്ങിൻ്റെ ഫയൽ മാനേജറിലോട്ട് പോയതിനു ശേഷം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോം എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. വേണമെങ്കിൽ എല്ലാ റൂട്ട് ഫയൽസ് ഉള്ളത്. ഇവിടെ നമ്മൾ മേലെ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ നിന്ന് htaccess എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്, നിങ്ങളുടെ ഫയലാണെങ്കിൽ htaccess ഫയൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു htaccess ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും നിങ്ങൾ കാണാവുന്നതാണ്. ഈ ഒരു ഫയൽ നിങ്ങൾ നിങ്ങളുടെ cPanelൻ്റെ ഫയൽ മാനേജറിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിന് കൊടുക്കുക. ബാക്കിന് കൊടുത്തിട്ട് നിങ്ങൾ നേരെ ഒന്നും കൂടെ നിങ്ങളുടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ സെക്യൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മേലെ നോക്കുന്ന സമയത്ത് കണക്ഷൻ ഈ സെക്യൂർ, അതേപോലെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HTTPS ഗ്രീൻ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, വെബ് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുക. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പബ്ലിക് HTML എടുത്തതിന് ശേഷം നമ്മളൊരു index.php എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് ജസ്റ്റ് ഒരു നമ്മുടെ വെബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് കാണാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡെക്സ് ഫയൽ, ഈ ഒരു PHP ഫയലിൻ്റെയും ലിങ്ക് ഡൗൺലോഡ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങളുടെ PHP കോഡ് എക്സിക്യൂട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ സൈറ്റ് തുറക്കുമ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഇത്രേ കൊടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ഹലോ വേൾഡ് നിങ്ങൾ ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് സേവ് എന്ന് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോഡിംഗ് ആയിട്ട് സേവ് ആയിട്ടുണ്ട്. സേവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓഫ് എന്നുള്ളതിൻ്റെ പകരം ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഗൈസ്.